അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേരളം പ്രതീക്ഷിച്ചതാണ്. എല്ലാ ആളുകൾക്കും അറിയാം. ഇതിന്റെ തുടക്കം മുതൽ ശിവശങ്കരന്റെ റോളും ശിവശങ്കരന് മുഖ്യമന്ത്രിയുടെ പരിരക്ഷയും ഇത് രണ്ടും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും തൊട്ടറിഞ്ഞതും മനസ്സിലാക്കി. ഇനി ഇതിന് മുഖ്യമന്ത്രിയുടെ പരിരക്ഷ ഉണ്ടായിരുന്നോ എന്നതിന്റെ തെളിവുകളെ വരാനുണ്ട്. അത് ഏതാനും ദിവസം കൊണ്ട് വരും. മുഖ്യമന്ത്രി എത്ര ന്യായീകരിച്ചാലും ഇതിൻ്റെ അകത്ത് ഓരോ അഴിമതിയിലും മുഖ്യമന്ത്രിക്ക് റോളുണ്ട്, അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ട്, അദ്ദേഹത്തിന്റെ സമ്മതമുണ്ട് എന്നതിന്റെ തെളിവുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി അടുത്ത ദിവസം മുതൽ വരാൻ തുടങ്ങും. സ്വപ്ന സുരേഷിനെ എനിക്കറിയില്ല എന്ന് ആവർത്തിച്ച് ആഴ്ചകളും മാസങ്ങളും പറഞ്ഞൊരു മുഖ്യമന്ത്രി അവസാനം പറഞ്ഞത് ഞാനും നിങ്ങൾ കേട്ടില്ലേ? എനിക്കറിയാം, കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് കുമ്പസരിച്ചതുപോലെ മുഖ്യമന്ത്രിയും കുമ്പസരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ എൻ്റെ നാട്ടുകാരനാണ് പിണറായി വിജയൻ. സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, നീതിബോധം ഉണ്ട് എങ്കിൽ, നീതിന്യായ സംവിധാനത്തോട് ബഹുമാനമുണ്ടെങ്കിൽ, ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അങ്ങ് രാജിവെക്കേണ്ടുന്ന സമയമായി. അങ്ങ് രാജിവെക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ആ വികസനം ഒരു കൊള്ളയടിയാണ്. ഏത് വികസനമായിക്കോട്ടെ, എല്ലാ വികസനത്തിന്റെ പിറകിലും കൊള്ളയുണ്ട് ലക്ഷ്യം. 5000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന്റെ സർക്കുലർ, അതിന്റെ ഒരു വിജ്ഞാപനമാണിത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 5000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നു. 500 ഏക്കർ പരിഹരിക്കാൻ പറമ്പില്ല, 500 ഏക്കർ കുണ്ടാടിയാണ്, 300 ഏക്കർ മറ്റന്നൂരാണ്. ഈ ലാൻഡ് മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു മന്ത്രിയുടെ മകനാണ്. ലാൻഡ് വാല്യൂ നിശ്ചയിച്ചതിനും കൂടുതൽ പണം വാങ്ങിക്കൊടുത്ത് അതിൽ നിന്ന് പണം തട്ടിയെടുക്കാനുള്ള ഒരു വലിയ കൊള്ളയടി നടന്നുകൊണ്ടിരിക്കുക. പാലക്കാടും കണ്ണൂരിലുമായി 5000 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷനാണിത്. എല്ലാ വികസനത്തിലും എതിരാ കൊള്ളയില്ലാത്തത്. കൺസൾട്ടേഷൻ ഒരു കൊള്ളയുടെ ആസ്ഥാനമാണ്. ഒരു കൺസൾട്ടേഷനെ കണ്ടാൽ ആ കൺസൾട്ടേഷന്റെ കയ്യിൽ നിന്ന് ഊറ്റി വാറ്റി എടുക്കുന്ന പണം എത്രയെന്ന് ഓരോ കൺസൾട്ടേഷന്റെയും അവരുടെ വർക്കിന്റെ വലിപ്പം അനുസരിച്ച് നമുക്കൊരു വിശദീകരിക്കാൻ പറ്റും. എത്ര പറയണോ എത്ര പറയാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി, ഇനി ഈ കേരളത്തിലെ ജനങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഇത്രയൊക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. സ്വന്തം ഓഫീസിന്റെ തൊട്ടപ്പുറത്തെ ഓഫീസിലിരുന്ന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ സ്വപ്ന സുരേഷിനടക്കം പരിരക്ഷ കൊടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഒന്നുകിൽ മുഖ്യമന്ത്രി കൊള്ളയടിയിൽ അഗ്രഗണ്യനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റനാണ്. ഒരു ഭരണാധികാരിയായി ഇരിക്കാനുള്ള ഒരു യോഗ്യതയും പിണറായി വിജയനില്ല എന്ന് പറയേണ്ടി വരും. യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത ഭരണത്തെ, അഡ്മിനിസ്ട്രേഷനെ എങ്ങനെ ദുരുപയോഗം ചെയ്താം, എങ്ങനെ കൊള്ളയടിച്ച് പണമുണ്ടാക്കാം എന്നതിൻ്റെ ഒരു പരീക്ഷണ വേദിയാക്കി കേരളത്തിലെ ഭരണ സംവിധാനത്തെ മാറ്റിയ ഈ മുഖ്യമന്ത്രിക്ക് തുല്യം മറ്റൊരു മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിട്ടില്ല, ഇന്ത്യയിലുണ്ടായിട്ടില്ല. കോൺഗ്രസ് ഇന്ന് ജീവൻ കൊടുക്കുകയും ഷാജിയെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. ഷാജിക്ക് പണമുണ്ടാക്കാൻ അഴിമതി വേണ്ട. ജനിച്ചത് തന്നെ സമ്പന്ന കുടുംബത്തിലാ ഷാജി. ആരാന്റെ മുതലൊന്നും കെട്ടെടുക്കേണ്ടുന്ന ഗതികേട് ഷാജിക്ക് ഉണ്ടായിട്ടില്ല, ഷാജിക്ക് ഉണ്ടാവുകയില്ല. എന്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ വേട്ടയാടുന്നത്? അദ്ദേഹം ഒരു സത്യം പറഞ്ഞു പോയത്. അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗമല്ലേ ഇതിന്റെ എല്ലാം പുറകിലെ വികാരം? നിയമസഭയിൽ പ്രസംഗിക്കാൻ പാടില്ലേ? പ്രസംഗിച്ചവർക്കെതിരെ പ്രതികാര നടപടിയാണ്. അദ്ദേഹത്തിന്റെ വീടിന് ഫൈനൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. ആ രജിസ്ട്രേഷൻ വാങ്ങാൻ 9 വർഷത്തെ സാവകാശമുണ്ട്. ഇനി അത് അധികമായിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്തിനാണ് അദ്ദേഹത്തിനെതിരെ വേണ്ടിയാടുന്നത്? മുസ്ലിം ലീഗിന്റെ അകത്ത് ഏറ്റവും ചടുലമായി CPM-നെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കുന്ന UDF-ന്റെ കരുത്തനായ ഒരു MLA-യെ നിശബ്ദനാക്കാനാണോ CPM ശ്രമിക്കുന്നത്? നടക്കില്ല. ഞങ്ങളിൽ ഒരുവനായി ഷാജിയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, സംരക്ഷിക്കും. ഷാജിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാമെന്ന് CPM കരുതണ്ട. നിങ്ങൾ അടിക്കുന്ന അതേ വടിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് ഇവിടുത്തെ CPM-നെ ഓർമ്മിപ്പിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണല്ലോ
അന്വേഷിക്കുന്നത്. അപ്പോൾ ആ അന്വേഷണം വന്നതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു വരേണ്ട കാര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. അങ്ങനെ ഒരു അവരുടെ ഒരു വരേണ്ടുന്ന സാഹചര്യം തമ്മിൽ ഇവിടെ അദ്ദേഹം വീടെടുത്തിട്ടുണ്ട്, വീട് പൂർണ്ണമാക്കിയിട്ടില്ല, രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല, യാഥാർത്ഥ്യമാണ്. അതിന് സമയമുണ്ടല്ലോ. ആ സമയം കടക്കുന്നതിന് മുമ്പ് ഇതിനായിരിക്കും അന്വേഷണം. പിന്നെ വരവിൽ കവിഞ്ഞ സ്വത്തുക്കാല വരവിൽ കവിഞ്ഞ സമ്പത്തുണ്ടോ എന്നതല്ലേ, അത് പരിശോധിച്ചോട്ടെ, ഉണ്ടെങ്കിൽ എടുത്തോട്ടെ, ഞങ്ങൾ ആരും എതിർക്കില്ല. പക്ഷേ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കാനും അദ്ദേഹത്തെ മാനസികമായി തളർത്താനും അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനും നടത്തുന്ന CPM-ന്റെ ശ്രമം വിലപ്പോവില്ല. നിങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പമുണ്ട് കേരളത്തിൽ UDF എന്നറിയിക്കാൻ ഈ അവസരം കിട്ടും. ഈ രാജ്യമെമ്പാടും കോൺഗ്രസും CPM-ഉം ധാരണയിലാകാം എന്നുള്ളൊരു വാർത്ത ഞങ്ങൾക്കൊക്കെ അതിൽ അഭിപ്രായം റിസർവ് ചെയ്യാണ്. അത് ഞാനോട് ഇപ്പൊ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ ഒരു കാര്യം പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഒരു സംവിധാനത്തോടും യോജിച്ചു പോകാൻ ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് മനസ്സില്ല. പാർട്ടി പറഞ്ഞാൽ അനുസരിക്കും.